കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ജാമേ. പത്തിരിൻ്റെ കൂടി ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ജാമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത പപ്പായ എടുത്ത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഈത്തപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച പപ്പായ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പപ്പായ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ജാമിൻ്റെ പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലാക്കി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിലൊന്ന് തേച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാമ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പപ്പായൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.